ഹലോ ഫ്രണ്ട്സ്, ലൈവ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സാറ്റർഡേ ആണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് സിറ്റിയിലൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആവാറായതുകൊണ്ട് അവിടെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മളിന്ന് ഫെറിയിലാണ് കേട്ടോ പോകുന്നത്. നമ്മളിവിടെ വന്നിട്ട് ഇതുവരെ ഇവിടുത്തെ ഫെറി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളെപ്പോഴും ട്രെയിനിലും ബസ്സിലൊക്കെയാണ് എപ്പോഴും യാത്ര ചെയ്യുന്നത്. ഫെറിയിൽ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് ഓർത്ത് ഫെറിയിലാകാം യാത്ര നിർത്തും. അങ്ങനെ നമ്മൾ ഫെറിയിൽ കയറാൻ വേണ്ടി പോവാണ്. നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഇവിടെ ഫെറി വരുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയി അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഫെറി കയറുന്നത് കേട്ടോ. ഇത് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഇവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ എന്നിട്ട് ഫെറിയിലൊക്കെ കയറി. ഇതൊരു ഒരു നില ഫെറി ആയിരുന്നു. സാധാരണ ചില 2 നില ബോട്ടൊക്കെ കാണാറുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പൊ നമ്മൾ കയറിയത് ഒറ്റ നില ഉള്ള ഒരു ബോട്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി. എനിക്ക് നല്ല ഇഷ്ടമായി, കാരണം ഭയങ്കര സ്പേഷ്യസ് ആയിരുന്നു. നമ്മളെന്തൊരു സിനിമ തിയേറ്ററിന്റെ ഒക്കെ ഉള്ളിൽ കയറിയപ്പോലെ അതേപോലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ആയിട്ട് നല്ല നല്ല സ്പേഷ്യസ് ആയിരുന്നു. ഒത്തിരി ആൾക്കാർക്ക് ഒരേ സമയം ഇരുന്ന് യാത്ര ചെയ്യാം. നമ്മളുടെ ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പോകെ പോകെ പല പല സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ കയറുന്നുണ്ടായിരുന്നു. സിറ്റി എത്തിയപ്പോഴും തിരക്കാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് പുറത്ത് നോക്കിയപ്പോൾ ഫുള്ള് കണ്ടൽക്കാടുകള്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതൊരു റിവർ സൈഡാണ്. നമ്മൾ സിറ്റിയിലോട്ട് പോകുമ്പോഴും സീ ആയിട്ട് മാറും. ഇപ്പോൾ റിവറിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 2 സൈഡിലും നിറച്ച് കണ്ടൽക്കാടുകൾ. അത് നല്ല ഭംഗിയായിട്ട് നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല പച്ചപ്പായിട്ട് 2 സൈഡിലും ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നല്ല വെയിലാണ്. ഇപ്പൊ ഒരു 5 മണി 6 മണി ടൈമാണ്, 5:30 ആ ഒരു ടൈമാണ്. അപ്പൊ നമ്മൾ കുറെ നേരം ഉള്ളിൽ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തിറങ്ങി. പുറത്ത് മീൻസ് ബോട്ട് ഇതിന്റെ ഫെറിയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി. വെയിലൊന്ന് ആറിക്കഴിഞ്ഞപ്പോ അപ്പൊ എല്ലാവരും പുറത്തിറങ്ങി വന്ന് നിൽക്കേണ്ട കാഴ്ചകളാണ്. കാരണം പുറത്ത് നിന്ന് പോകാൻ ഒരു പ്രത്യേക ഫീൽ ആണല്ലോ. ഇനി പുറത്ത് നിന്നപ്പോ നമുക്ക് കാറ്റും കിട്ടാൻ തുടങ്ങി. അത്യാവശ്യം കുറച്ചും കൂടി സ്പീഡിലായി ഫെറി പോകുന്നത്. അപ്പൊ നമുക്ക് നല്ല കാറ്റും ആ കാറ്റൊക്കെ കൊണ്ടുവിടുന്ന ആ ഒരു കാഴ്ച അതങ്ങനെ പോകാനായിട്ട് നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ 2 സൈഡിലും അങ്ങോട്ട് പോകുന്തോറും പല പല കാഴ്ചകളായിരുന്നു. അത്രയും നേരം കണ്ടൽക്കാടുകളും അങ്ങനത്തെ പ്രകൃതി ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് പോകുന്തോറും സിറ്റി ഏരിയയിലോട്ട് ചെല്ലുന്തോറും ബിൽഡിങ്സും റിസോർട്ട്സും 2 സൈഡിലും അങ്ങനത്തെ കാഴ്ചകളായിരുന്നു. നല്ലൊരു ഫീൽ ആയിരുന്നു കേട്ടോ. അങ്ങനെ നിന്ന് കാറ്റ് കൊണ്ട് നല്ല സ്പീഡിൽ ഇപ്പൊ പോകുന്നത് ബോട്ട്. അങ്ങനെ നമ്മളെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമായിരുന്നു. അവിടെ നിന്ന് എനിക്ക് ശരിക്കും തന്നെ കുട്ടനാടൊക്കെ ഹൗസ് ബോട്ടിലൊക്കെ പോകുമ്പോൾ നിന്ന് കാണുന്ന ആ ഒരു ഫീലൊക്കെ തന്നെ തോന്നി കേട്ടോ. നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നല്ല കാറ്റും, പ്രത്യേകിച്ചൊരു ഈവനിങ് ടൈം ആണല്ലോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി. ശരിക്കും നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഫെറി കയറിയത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇരട്ടി ടൈമാണ് എടുക്കുന്നത് ഫെറിയിൽ പോകുമ്പോൾ. സാധാരണ നമ്മൾ സിറ്റിയിലോട്ടാണ് പോകുന്നത്. സിഡ്നി ഓപ്പറ ഹൗസ് ആ ഒരു ഏരിയയിലോട്ടാണ് പോകുന്നത്. അവിടെ പോയി ചുമ്മാ വെറുതെ കുറച്ചേരം ഇരിക്കാമെന്ന് വിചാരിച്ച പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ നമുക്ക് ട്രെയിനിന് പോകുമ്പോൾ കറക്റ്റ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് മാക്സിമം അത്ര എടുക്കുള്ളൂ. ആ ഒരു യാത്രയ്ക്ക് നമ്മൾ ഈ ഫെറിയിൽ പോകുമ്പോൾ ഒരു 1.5 മണിക്കൂർ കൂടുതൽ, ഓൾമോസ്റ്റ് ഒരു 2 അവേഴ്സോളം നമുക്ക് യാത്രയുണ്ട് കേട്ടോ ഇങ്ങനെ ഫെറിയിൽ പോകുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫെറി യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഇതിൽ പോയതാണ്. എന്തായാലും നമ്മൾ ഇവിടെ വന്നിട്ട് ഇതും കൂടിയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണല്ലോ. നമ്മളിവിടുത്തെ ട്രെയിനിലും ബസ്സിലൊക്കെയാണ് എപ്പോഴും യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇതും കൂടി ഒന്ന് ചെയ്യാം എന്ന് വിചാരിച്ച് അതിനുവേണ്ടി മാത്രം ഇതിൽ കയറിയതാണ്. പക്ഷെ അത് വർത്തായിരുന്നു, അടിപൊളിയായിരുന്നു. ഇത് കാണുന്നതാണ് നമുക്കറിയാം ഹാർബർ ബ്രിഡ്ജ്. സിഡ്നിയിലെ തന്നെ വളരെയധികം ഹിസ്റ്റോറിക്കൽ ഒരു സംഭവമാണ് ഹാർബർ ബ്രിഡ്ജും ഒപ്പേറ ഹൗസ് ഒക്കെ. ലണ്ടനിലൊക്കെ ലണ്ടൻ ബ്രിഡ്ജ് എങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെ സിഡ്നിയിൽ ഓസ്ട്രേലിയക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഹാർബർ ബ്രിഡ്ജ്. അപ്പൊ അതിന്റെ താഴെ കൂടെയൊക്കെയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത്. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഒരു പോയിന്റ് എത്തിയപ്പോൾ നമുക്ക് ഒപ്പേറ ഹൗസും ഹാർബർ ബ്രിഡ്ജും ഒരുപോലെ കാണാൻ പറ്റും. അപ്പുറത്തായിട്ടും 2 സൈഡിലായിട്ടും രണ്ടും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു വ്യൂ ഒക്കെ നമ്മൾ കടലിൽ നിന്ന് കാണുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയായിരുന്നു. സാധാരണ നമ്മളെപ്പോഴും കരയിൽ നിന്നിട്ടാണല്ലോ രണ്ടും കാണാറ്. ഇതിപ്പോ കടലിൽ നിന്നിട്ട് നമ്മൾ ഒരു സിറ്റിയുടെ ആ ഒരു നടുക്ക് നിന്നിട്ട് കടലിൽ നിന്നിട്ട് രണ്ടും കണ്ടപ്പോൾ നല്ലൊരു ഇതായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി കേട്ടോ. യാത്രയൊക്കെ കഴിഞ്ഞ് അവിടെ എത്തി. ഇപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് ഇവിടെ മിക്ക സ്ഥലത്തും ക്രിസ്മസ് ട്രീസ് ആണ്. നമ്മുടെ നാട്ടിലും ഇവിടെ ക്രിസ്മസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും നവംബർ ആയപ്പോൾ മുതൽ എല്ലായിടത്തും ക്രിസ്മസ് ട്രീസ് ഒക്കെയാണ്. അങ്ങനെ പിന്നെ നമ്മൾ ആദ്യം തന്നെ ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി കയറി. മെക്ഡി കയറി. അവിടുത്തെ മറ്റേ സോഫ്റ്റി, അതൊരു ചോക്ലേറ്റ് ഫ്ലേവറും പിന്നെ ഒരു വാനില ഫ്ലേവറും നമ്മൾ വാങ്ങി. അപ്പൊ അത് കഴിച്ചിട്ട് അവിടെ പോയി ഇരിക്കാം, ഒപ്പേറ ഹൗസിന്റെ ആ ഭാഗത്ത് പോയി ഇരിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ടാണ് അവിടെ പോയി ഇരിക്കുന്നത്.
അപ്പൊ അത് കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കാമല്ലോ. അവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ടൊക്കെ കറക്റ്റ് സ്ഥലമുണ്ട് കുറെ. അതിൽ അവിടെ കുറെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നാട്ടില് കടൽ തീരത്തൊക്കെ പോയിരിക്കുന്ന പോലെ, ബീച്ചിലൊക്കെ പോയിരിക്കുന്ന പോലെ തന്നെ സെയിം ഒരു വൈബാണ് ഇവിടെയും. എന്താ എനിക്ക് ഇവിടെ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടെ വരുമ്പോഴാണ് നമ്മൾ സിഡ്നിയിലാണ് അല്ലെങ്കിൽ ഓസ്ട്രേലിയ വേറൊരു രാജ്യത്താണെന്നൊക്കെ ഉള്ള ശരിക്കും എനിക്ക് ശരിക്കും ആ ഒരു വൈബ് നമുക്ക് കിട്ടുന്നത് ഇവിടെ വരുമ്പോഴാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, ഇവിടെ വരുമ്പോഴാണ് ഭയങ്കര ഒരു സിറ്റി ആ ഒരു ഇതിലൊക്കെ വരുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഇവിടുത്തെ കൾച്ചർ കാര്യങ്ങൾ, ആൾക്കാരെയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ശരിക്കും തോന്നും അയ്യോ നമ്മൾ വേറൊരു രാജ്യത്താണ് എന്നുള്ളൊരു ഭയങ്കര ഒരു ഫീല് വരുന്നത് ഇവിടെ വരുമ്പോഴാണ്. എനിക്കിവിടെ വന്നിരിക്കാനും ഭയങ്കര ഒരു നല്ല സുഖമാണ്. ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കാണ്. പിന്നെ ക്രിസ്മസ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ അതിന്റെയും തിരക്കുണ്ട്. എന്തൊക്കെയോ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്, മ്യൂസിക് ഷോസും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ടിക്കറ്റ് എടുത്ത് കയറേണ്ടതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് നോക്കിയില്ല. നേരത്തെ ടിക്കറ്റ് എടുക്കണം എന്ന് തോന്നുന്നു. അവിടെ ടിക്കറ്റ് ഒക്കെ അവൈലബിൾ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏതോ ഒരു വലിയ മ്യൂസിക് ബാൻഡിന്റെ ഷോ ആയിരുന്നു തോന്നുന്നു. അത്ര തിരക്കുണ്ടായിരുന്നു. ഒപ്പേറ ഹൗസിന്റെ ഫ്രണ്ടിലെ ആ ഒരു സീറ്റൊക്കെ ഫുള്ള് ഫീൽഡ് ആയിരുന്നു, നിറച്ച ആൾക്കാരായിരുന്നു. അപ്പോൾ ഇരുട്ടായിട്ട് ഇപ്പൊ ഒരു 8 മണി സമയമായി, എന്നിട്ടും ഇത്രയും വെട്ടമുള്ളത് ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ടാണ്. ആക്ച്വലി ഇപ്പൊ ഒരു 8 o'clock ഒക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ കേട്ടിവിടെ 9 മണിയാവുമ്പോ അവിടെ ഡാർലിംഗ് ഹാർബറിന്റെ അവിടെ വെടിക്കെട്ടുണ്ടെന്ന് കേട്ടോ. അപ്പൊ അതും എന്തായാലും വന്നതല്ലേ, അപ്പൊ അതും കൂടി കണ്ടിട്ട് പോകാന്ന് ഓർത്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കണ്ടോ ആ തിരക്കുണ്ടോ? ഒപ്പറ ഹൗസിന്റെ ഫുള്ള് ആ ഫ്രണ്ടിൽ ഫുൾ ആൾക്കാർ മൊത്തം ഫീൽഡാണ്. അത്രക്ക് തിരക്കായിരുന്നു ആ മ്യൂസിക് ഷോ കാണാനായിട്ട്. ഇവിടുത്തെ ഏതെങ്കിലും വല്ല ഫേമസ് മ്യൂസിക് ബാൻഡിന്റെ ആയിരിക്കും, അത് അത്ര തിരക്ക്. അങ്ങനെ നമ്മൾ പിന്നെ കുറച്ചേരൊക്കെ അവിടെ നടന്ന്, പിന്നെ രാത്രി ആകുമ്പോഴും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത് നമുക്കറിയാലോ, സിറ്റീസ് പൊതുവെ അങ്ങനെയാണല്ലോ. രാത്രി ആകുമ്പോൾ ഒരു ഭയങ്കര ഒരു നൈറ്റ് വൈബ് എന്ന് പറയുന്നത് ഒരു വേറൊരു ലെവലാണ്. നമുക്കിപ്പോൾ നാട്ടിലാണെങ്കിലും അഥവാ ബാംഗ്ലൂരൊക്കെ ആണെങ്കിലും നൈറ്റ് വൈബ് എന്ന് പറയുന്നത് വേറൊരു ലെവലാണ്. അത് തന്നെയാണ് ഇവിടെയും. രാത്രിയാണ് എനിക്ക് അതുകൊണ്ട് ഇവിടെ പുറത്തിറങ്ങുമ്പോഴൊക്കെ രാത്രി ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫുൾ ലൈറ്റ് ഒക്കെ ആയിട്ട് വേറൊരു ആംബിയൻസ്, നമ്മൾ പകല് കണ്ട ഒരു സ്ഥലമേ അല്ല എന്ന് നമുക്ക് തോന്നിപ്പോവും. അത്ര ഒരു ഭംഗിയാണ് രാത്രി. അങ്ങനെ നമ്മള് ഡാർലിംഗ് ഹാർബറിന്റെ അങ്ങോട്ട് നടക്കുകയാണ്. അവിടെ എത്തി. അവിടെ ഇതൊരു ലേക്ക് ഉണ്ട്. ലേക്കില് ഒരു ഫ്ലോട്ടിംഗ് ക്രിസ്മസ് ട്രീ ഉണ്ട്. അതായത് ലേക്കിന്റെ ഉള്ളിലാണ് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അവിടെ എന്തോ ഒരു ഫ്ലോട്ടിംഗ് സാധനത്തിന്റെ മുകളിലാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ അവിടെ തന്നെ ഫ്ലോട്ടിംഗ് എന്തോ ഒരു സംഭവത്തിന്റെ മുകളിലാണ് വെടിക്കെട്ടുള്ളത്. അത് കാണാനാണ്, ഫയർ വർക്ക് കാണാനാണ് ഇത്ര തിരക്ക്. അങ്ങനെ ഫയർ വർക്ക് ഒടുങ്ങി നല്ല തിരക്കായിരുന്നു. ആ ലേക്കും മൊത്തം ചുറ്റും ആൾക്കാരായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ പിന്നെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് പള്ളിയിലും അമ്പലത്തിലൊക്കെ ഉത്സവങ്ങൾക്കൊക്കെ നല്ല അടിപൊളി വെടിക്കെട്ട് കാണുന്നുണ്ട്. ഭയങ്കര ഇതായിട്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ആ സെയിം സംഭവമൊക്കെ തന്നെ പല വെറൈറ്റി കളേഴ്സ് ഒക്കെ ഉണ്ടായിട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. എനിക്കൊന്നും ഇവിടെയൊക്കെ ചിലപ്പോൾ അധികം ഇല്ലാഞ്ഞിട്ടാകാം, അറിയില്ല. അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മൾ അതൊക്കെ കണ്ട് ഭയങ്കര ചൂടായിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ രാത്രി ഒരു 10 മണിയായി നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ അത്രയൊക്കെ ഉണ്ടായുള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.